ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ മഹാഗണപതേ നമഃ. വിഘ്നമസ്തു. നേരത്തെ പഞ്ചമസ്കന്ധത്തിൽ നിർത്തിയതിൻ്റെ ബാക്കിയാണ്. അപ്പം ആഷിപ്തചിത്തയായ പൂർവചിത്തിയും അപ്പോൾ ഈക്ഷണം കൊണ്ട് ഇതിൻ്റെ ശേഷമാണ്. എങ്കിലോ സമങ്ങളായി ഉന്നതതരങ്ങളായി കുങ്കുമപങ്കം അലങ്കരിച്ചുള്ള അവയവം തൊട്ടാലും അണച്ചുടൻ മാറത്തു ചേർത്താലും അങ്ങിഷ്ടമുണ്ടെങ്കിൽ അധരാമൃതം നുകർന്നാലും ഏറിയ കാലം ചെയ്ത തപസ്സിൻ ഫലം കൊണ്ട് പാരമൊരാനന്ദവും ആത്മനി ചേർത്തിടുവൻ. ഉള്ളിലെ കരണത്തിനാനന്ദമാശു പുറത്തുള്ളൊരു കരണങ്ങളുണ്ടു ഞാൻ ഉണ്ടാകുവൻ. ഇത്തരം ചൊല്ലി സമാശ്ലേഷ ചുംബനങ്ങളാൽ ചിത്തവും ആർദ്രമാക്കി കേവലാത്മനാ നന്നായി അന്യോന്യം രമിച്ച് അനേകായിരം സംവത്സരമന്യൂനരാഗം കൊണ്ട് വസിച്ചാലും 9 പുത്രന്മാരുണ്ടായതുകാലം 9 പേർക്കും നാമം വെവ്വേറെ കേട്ടുകൊള്ളുക. നാഭിയും കിംപുരുഷൻ, 3-ാമൻ ഹരിതാനും, 4-ാമനിളാവൃതൻ രമ്യകൻ ഹിരൺമയൻ, 7-ാമൻ കുരു എന്ന്, 8-ാമൻ ഭദ്രാശ്വനും, കോഴേന്തി കേൾപ്പിൻ കേതുമാലനും. പിന്നെ 9 പുത്രന്മാരെ ഇങ്ങനെ ജനിപ്പിച്ചിട്ട് അംബുജോത്ഭവലോകം പൂർവചിത്തിയും മുക്കാൾ. അക്കാലം അഗ്നീന്ദ്രനും തന്നുടെ ജംബുദീപമൊക്കെ വേവകുത്തുതൻ നന്ദനന്മാർക്കു നൽകി. താൻ പിന്നെ തപോബലം കൊണ്ടുപോയി ബ്രഹ്മലോകേ സാമ്പ്രതം രമിച്ചുപോൽ പൂർവചിത്തിയുമായി ആത്മതുല്യാഖ്യങ്ങളായി 9 ഖണ്ഡങ്ങളും ആത്മതുല്യങ്ങളായി രമിച്ചാർ അവർകളും. അഗ്നീന്ദ്രതനയന്മാർക്കാലം മേരുവിൻ്റെ ആത്മജമാരാം നവകന്യകമാരെ വേട്ട. മേരുദേവിയും പ്രതിരൂപയും ഉഗ്രദംഷ്ട്രി ചാരുലോചനയാകും ലതയും രമ്യതാനും ശ്യാമയും നാരി ഭദ്രാദേവവീതിയും വിധി നാമം അങ്ങവർകൾക്കും വെവ്വേറെയെല്ലാം കേൾപ്പിൻ. അവിടെ മേരുദേവിയാകിയ പത്നിയോടും അവനീപതിനാഭിപുത്ര സമ്പത്തിനായി ദക്ഷിണ സമുദ്രതീരത്ത് എന്നിരുന്നുടൻ ദക്ഷിണ ബഹുലമായി ജിച്ചു ഭഗവാനി അഗ്നികുണ്ഡത്തിങ്കൽ നിന്നാവിർഭൂതനുമായാൻ. ചിത്ഖനനായ പരൻ ഭഗവാൻ പരമാത്മാ. അക്കാലം ഋത്തിക്കുകൾ സദസ്യന്മാരെന്നിവരൊക്കമേ നമസ്കാര സ്തുതികളതും ചെയ്താർ. ഈശ്വരാ ഭഗവാനേ പരബ്രഹ്മമേ പോറ്റി, ശാശ്വതമായ മൂർത്തേ ശരണം ജഗന്നാഥ. ഞങ്ങളാൽ ചെയ്യപ്പെട്ട പൂജയെ വഴി പോലെ ഞങ്ങളിൽ വളർന്നൊരു കാരുണ്യം അതിനാൽ വൈകാതെ പരിഗ്രഹിക്കണമേ ഭഗവാനേ. വൈകാര്യമൂർത്തേ ഭേദമാർക്കറിയാവതയോ. നിന്തിരുവടിയുടെ ഗുണങ്ങൾ വർണ്ണിപ്പാനും നിന്തിരുവടിയെ നന്നായി പ്രസാദിപ്പിപ്പാനും ഞങ്ങൾക്കു ശക്തി പോരാ പരമാനന്ദമൂർത്തേ. ഞങ്ങളെ അനുഗ്രഹിക്കണം എങ്കിലും നാഥ. നിന്തിരുവടിയുടെ തിരുനാമങ്ങളെല്ലാം സന്തതം വചനഗോചരമായി വരണമേ. തൃക്കടലിട കൂപ്പി
നിൽക്കുന്ന രാജർഷികൾ മുഖ്യനെ കരുണയ തൃക്കൺമാർത്തരുളേണം. നിന്തിരുവടി പോക്കൽ നിന്നൊരു തനയനെ എന്തൊരു കഴിവിന് ലഭിപ്പാനെന്നീ വണ്ണം ചിന്തിച്ചു നിൽക്കുന്നൊരു ഭൂപതി പ്രവരന്റെ സന്തോഷം വരുത്തേണം. നിന്തിരുവടി നാഥ. ഇത്തരം നാനാവിധ സ്തുതികൾ കൊണ്ട് നന്നായി പ്രസ്തുതനായ പരൻ ഭഗവാൻ ഒരു നേരം സന്യാസധർമ്മസ്ഥിതി ഭൂമിയിൽ ഉറപ്പിപ്പാൻ ധന്യനാം നാഭിതന്റെ പത്നിയാം മേരുദേവി തന്നിലങ്ങ് അവതരിച്ചിടിനാൻ. അതുകാലം മന്നവൻ താനും പ്രസാദിച്ചാനങ്ങ് അതിശയം ഭഗവല്ലക്ഷണങ്ങൾ വലവും കാണുക കൊണ്ടും സകല ഗുണങ്ങൾക്കും ആധിക്യം കാണുക കൊണ്ടും ഋഷഭനെന്നു താതൻ നാമം അരുൾ ചെയ്താൻ. ഋഷികൾ ദേവാദികളേവരും സന്തോഷിച്ചാർ. പുത്രന്റെ ഗുണാധിക്യം കണ്ടു നാഭിയുമെന്ന് പ്രതിപാലനത്തിനായി അഭിഷേകവും ചെയ്തു. തന്നുടെ പത്നിയായ മേരുദേവിയുമായി പിന്നെ പോയി വിശാലയിൽ തപസ് തുടങ്ങിനാൻ. നരനാരായണന്മാരാകിയ മൂർത്തികളെ വിരുവോടുപാസിച്ചു സാധിച്ചു പുരുഷാർത്ഥം. ധർമ്മസ്ഥാപനത്തിനായി ഈശ്വരൻ തന്നെ വന്നു. നിർമ്മലൻ ഋഷഭനായി പിറന്ന ജഗന്മാധൻ കൈക്കൊണ്ടാൻ ഇന്ദ്രദത്തെ ആകിയ ജയന്തിയെ. അക്കാലം 100 പുത്രരവൾ പെറ്റുണ്ടായിരുന്നു. അവരിലേവരിലും അഗ്രജൻ ഭരതൻ പോൽ അവനും അജനാഭം മരിഷം പാലിച്ചാൻ പോൽ. തന്നുടെ ഗുണാധിക്യം കൊണ്ട് അജനാഭവർഷമെന്നു തൊട്ടെല്ലാവരും ഭാരതം എന്ന് ഭാരതഖണ്ഡം നന്നായി ഭരിച്ചു വരുന്നു. പാരീരേഴിലും നിജകീർത്തിയ പരത്തിനാൻ ഭരതാനുജന്മാരായ 9 പേരുണ്ടല്ലോ. ഭരതസമന്മാർ പോലവരും ഗുണങ്ങളാൽ പേരുകൾ കുശാവർത്തൻ പിന്നെ വനിളാവർത്തൻ സാരനാം ബ്രഹ്മാവർത്തൻ ആര്യാവർത്തനും പിന്നെ മലയൻ കേതുഭദ്രസേനനും ഇന്ദ്രസ്പൃക്കും ചലനമൊഴിഞ്ഞരും വിദർഭൻ ഗീകടനും. ഇവർകൾ കരുജന്മാർ നവയോഗികളല്ലോ. കവിയും ഹരിതാനും അന്തരീക്ഷനും പിന്നെ പ്രബുദ്ധൻ താനും പിപ്പലായനാവർഹോത്രൻ ദ്രമിഡൻ തമസനും കരവാചനൻ താനും. ഇവകളെല്ലാം ആത്മജ്ഞാന തൽപരന്മാരായി അവനി തന്നിൽ സന്യാസി പ്രവരന്മാരായ. എത്രയും മഹത്വമുണ്ട് ആ പരീക്ഷകൾക്ക്. അത് വിസ്തരിച്ച് 11 സ്കന്ധത്തിൽ ചൊല്ലിയിടുന്നു. പിന്നെ പർവാദ്യാധികന്മാരായോർ 81 മന്യോഹം കർമ്മനിഷ്ഠ ബ്രാഹ്മണോത്തമന്മാരായി ഋഷഭനിരപേക്ഷനീശ്വരൻ എന്നാകിൻ. വഴിയെ ലോകാനുഗ്രഹാർത്ഥമായി ധർമ്മത്തോടെ പരിപാലിക്കും കാലം സകല പ്രജകളും പരിപൂർണാശാവശഗതന്മാരായിരുന്നു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ വിഷ്ണവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമോ നമഃ. ഭാഗവതം എന്നാൽ പ്രത്യക്ഷ കൃഷ്ണൻ എന്നാണ് സങ്കല്പം. സങ്കല്പം എന്ന് മാത്രമല്ല, നമ്മളെല്ലാം ഭാഗവതം പാരായണം ചെയ്യുന്ന എല്ലാ പൗരാണികന്മാരും ഈ ഭാഗവതത്തിനെ കൃഷ്ണനായി തന്നെ സങ്കല്പിച്ചുകൊണ്ടാണ് മാറോടണച്ച് പിടിക്കുന്നതും. ഗ്രന്ഥം എന്നാണ് സാധാരണ ഇതിനെ പറയുന്നത്. ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലുള്ള ഈ അക്ഷരങ്ങളെ ഗ്രന്ഥികളായിട്ടുമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അതിന് ജീവനുള്ള കൃഷ്ണനായിട്ട് തന്നെ കാണാൻ സാധിക്കട്ടെ. എല്ലാവരും അങ്ങനെ തന്നെ ആവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭക്തി, കൃഷ്ണനിലേക്കുള്ള അടുപ്പവും ഭക്തിയും നല്ലതുപോലെ വന്നാൽ എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിലുണ്ടാകും.
ഓം ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ.